ഇന്ന് രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ ബി.ജെ.പി. തകർന്നടിഞ്ഞുവെന്നും താമരെ പിഴുതെറിഞ്ഞുവെന്നും ആക്രോശിക്കുകയും അലറി വിളിക്കുകയും ചെയ്ത മലയാള മാധ്യമങ്ങൾക്ക് മുമ്പിൽ 2 മണിക്കൂർ പിന്നിടുമ്പോൾ വമ്പൻ ട്വിസ്റ്റുമായി വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഹരിയാനയിൽ ബി.ജെ.പി. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ബി.ജെ.പിയുടെ ലീഡ് നില ഉയർന്ന 44ലേക്കും കോൺഗ്രസിൻ്റെ 43ലേക്കും എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു രീതിയിലേക്ക് മാറി മറിയുന്നു. 7 സീറ്റാണ് ബി.ജെ.പിക്ക് ഇന്ന് രാവിലെ മുതൽ പറയുമ്പോൾ ദേശീയ ചാനലുകളെല്ലാം തന്നെ ബി.ജെ.പിയുടെ ലീഡ് നില വ്യക്തമായി തന്നെ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ഈ ദേശീയ മാധ്യമങ്ങളുടെ ആ ഡിജിറ്റിലേക്ക് തന്നെയാണ്. മറ്റ് മാധ്യമങ്ങളെ ഞങ്ങൾ ഫോളോ ചെയ്യാറില്ല, പക്ഷേ തമാശയ്ക്ക് വേണ്ടി കാണാറുള്ളത് മലയാള മാധ്യമങ്ങളുമാണ് എന്ന് ഇപ്പോൾ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. ഏതായാലും വലിയ തിരിച്ചുവരവ് ഹരിയാനയിൽ, വലിയ ട്വിസ്റ്റ്. അതായത് എല്ലാ എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നു ബി.ജെ.പി. തന്നെ കരുതിയിരുന്നു ഹരിയാനയിൽ ബി.ജെ.പി. തകർന്നടിയുമെന്ന് പറഞ്ഞെടുത്ത് നിന്നൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഒരു വമ്പൻ ട്വിസ്റ്റ്. ഒരുപക്ഷെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെയാണ് തകർന്നടിഞ്ഞ ലീഡിൽ നിന്ന് 2 മണിക്കൂർ എത്തുമ്പോഴേക്കും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന ബി.ജെ.പിയുടെ കാഴ്ച. അവിടെ ഇതാണ് സീറ്റ് നില. ജെ.ജെ.പി. തകർന്നടിഞ്ഞു പോയിരിക്കുന്നു. ILDക്ക് സീറ്റില്ല. ആം ആദ്മിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഹരിയാനയിൽ എത്തിയിരിക്കുന്നു. മാക്സിമം ബി.ജെ.പിക്കാർ പോലും ഹരിയാനയിൽ പ്രതീക്ഷിക്കുന്നത് 30-35 സീറ്റ് വരെ ആയിരുന്നെങ്കിൽ അതിനെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള വലിയ ലീഡിംഗ് നിലയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. ഒരുപക്ഷെ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. കാശ്മീരിലേക്ക് എത്തുമ്പോഴാണ് ബി.ജെ.പിയുടെ വലിയ മുന്നേറ്റം. ബി.ജെ.പിക്ക് സ്വന്തം നിലയിൽ ജയിക്കാൻ കഴിയാതെ 30 സീറ്റുകൾ മാത്രമാണ് ജമ്മു കാശ്മീരിൽ ഉള്ളത്. അതായത് സ്വന്തം നിലയ്ക്ക് സ്വന്തം പാർട്ടിക്ക് ജയിപ്പിക്കാൻ കഴിയുന്ന സീറ്റുകൾ കേവലം 30 മാത്രമാണ്. അതായത് ജമ്മു താഴ്വരയിലാണ് ഈ 30 സീറ്റുകൾ. അവിടെ 43 സീറ്റുകളുണ്ട്. അതിൽ 13 സീറ്റുകളിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. അവിടെ സ്വതന്ത്രന്മാരെ കൂടി നിർത്തിക്കൊണ്ടായിരുന്നു ബി.ജെ.പിയുടെ ഒരു പരീക്ഷണം. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ നില കാശ്മീരിൽ 30, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ചേർന്ന് 48, PDP 3, അതേഴ്സ് 9 എന്ന നിലയിലേക്ക് പോകുന്നു. ഇവിടെ ഒരു 5 സീറ്റ് കൂടി ബി.ജെ.പിക്ക് ലഭിക്കും. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഒരു നിയമമനുസരിച്ച് ലഫ്റ്റനന്റ് ഗവർണർക്ക് 5 നോമിനിമാരെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാശ്മീരിലും ഹരിയാനയിലും എന്തും സംഭവിക്കാം. അതായത് തകർന്നടിഞ്ഞില്ല, വാടിയില്ല, വാടുകയുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.